ഇന്ന് നമുക്ക് മസ്തിഷ്കത്തെക്കുറിച്ച് കുറച്ച് ഫാക്ട്സ് നോക്കാം. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു. സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല എന്നുമാണ് വിളിക്കുന്നത്. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ആഴത്തിലുള്ള ഒരു വിടവിനാൽ സെറിബ്രത്തെ ഇടത് വലത് സെറിബ്രൽ അർദ്ധഗോളങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. സെറിബ്രത്തിൻ്റെ വലത് അർദ്ധഗോളം ശരീരത്തിൻ്റെ ഇടത് ഭാഗത്തെ നിയന്ത്രിക്കുന്നു. ഇനിയും ഇടത് അർദ്ധഗോളം ശരീരത്തിൻ്റെ വലത് ഭാഗത്തെയാണ് നിയന്ത്രിക്കുന്നത്. സെറിബ്രത്തിൻ്റെ രണ്ട് അർദ്ധഗോളങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലകളാണ് കോർപ്പസ് കലോസം. സെറിബ്രൽ അർദ്ധഗോളങ്ങളെ ആവരണം ചെയ്യുന്ന കോശപാളിയാണ് സെറിബ്രൽ കോർട്ടെക്സ്. സെറിബ്രൽ കോർട്ടെക്സ് മടക്കുകളായാണ് കാണപ്പെടുന്നത്. സെറിബ്രൽ കോർട്ടെക്സിനെ പറയുന്നത് ഗ്രേ കളറിലുള്ള അല്ലെങ്കിൽ ചാരനിറത്തിലുള്ള സെറിബ്രൽ കോർട്ടെക്സിനെ പറയുന്നത് ഗ്രേ മാറ്റർ എന്നും വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന ഭാഗം വൈറ്റ് മാറ്റർ എന്നും അറിയപ്പെടുന്നു. നെക്സ്റ്റ് ബ്രെയിനിൻ്റെ പാർട്ടാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഭാഗം മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗം. സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായാണ് ഇത് കാണപ്പെടുന്നത്. സെറിബെല്ലത്തിൽ ചുളിവുകളും ചാലുകളും കാണപ്പെടുന്നു. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. അടുത്ത ബ്രെയിനിൻ്റെ പാർട്ടാണ് തലാമസ്. സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്ന ഭാഗം മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നു. തലാമസിന് തൊട്ടു താഴെ കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ്. വിശപ്പ്, ദാഹം എന്നിവയാണ് നിയന്ത്രിക്കുന്നത്. ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. മെഡുല ഒബ്ലോങ്ങേറ്റ ഹൃദയസ്പന്ദനം, ശ്വാസകോശം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെയാണ് നിയന്ത്രിക്കുന്നത്. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിലാണ് കാണപ്പെടുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.